വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ PSC ഉദ്യോഗാർത്ഥികളാണ് നമ്മൾ. അപ്പം റാങ്ക് ലിസ്റ്റിന് വേണ്ടി, റാങ്കിൽ കയറാൻ വേണ്ടി നിങ്ങൾക്ക് ജോലി ആവശ്യത്തിനായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചവറ് പോലെയല്ല, അത് ഒരു മണിക്കൂറുകളോ ഇതോ ഒന്നുമില്ലാതെ 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് താഴെ സമയമെടുത്ത് നീതി ആയോഗിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ്. എല്ലാ PSCയുടെ ക്വസ്റ്റ്യൻസിനും, അത് LGS, LDS, VFA അല്ല, ഇനി ഡിഗ്രി ഏത് ലെവലാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്. ഒരു ക്വസ്റ്റ്യൻ അല്ല, ആ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് മസ്റ്റായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ് നീതി ആയോഗ്. നീതി ആയോഗിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ അപൂർവമാണ്. അപ്പോൾ ഈ 10 മിനിറ്റും കൊണ്ട് ആ ഒരു പോർഷൻസിൻ്റെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു PYQ വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഈ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് അതിലുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം മതി. ഏതെങ്കിലും ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഞാൻ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നോട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ഹോട്ട് ടോപ്പിക്സ് എടുത്തിട്ട് ഒരുമിച്ച് എല്ലാം കൂടി കളക്ട് ചെയ്തിട്ടാണ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അല്ലാതെയൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നു. എല്ലാം കൂടി കവർ ചെയ്ത് വരാനും എനിക്ക് സമയം കിട്ടുന്നില്ല. ഓൾമോസ്റ്റ് ഞാൻ പഠിക്കുന്നുണ്ട്, ആ കൂടെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, നോട്ട്സ് തയ്യാറാക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് എല്ലാത്തിനും കൂടി ഇച്ചിരി ടൈം കുറവ് വരുന്നതുകൊണ്ടാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഇടുന്നതിൽ ഇച്ചിരി ഡിലേ വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ പോർഷനിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് വന്നിട്ടുണ്ടോ എന്ന് നോക്കി, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, എൻ്റെ കൂടെ. അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം, കമൻറ്റും ചെയ്യാം, ഒരു വിഷയമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നീതി ആയോഗ് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫറിംഗ് ഇന്ത്യ ആയോഗ്. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1. ആസ്ഥാനം ന്യൂഡൽഹി. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നു. ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ. 2015 ഫെബ്രുവരി 8 ആദ്യ സമ്മേളനം. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ നിലവിലെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ റാങ്കും പദവിയും ഉണ്ടായിരിക്കും. നീതി ആയോഗിൻ്റെ ഘടന: ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയർമാൻ, എല്ലാ സംസ്ഥാനങ്ങളിലും നിയമസഭയിലുമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിരം അംഗങ്ങൾ, 5 ഔദ്യോഗിക അംഗങ്ങൾ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവർ അടങ്ങുന്നതാണ് ഒരു നീതി ആയോഗിൻ്റെ ഘടന, അല്ലെങ്കിൽ ഒരു നീതി ആയോഗിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. നീതി ആയോഗിലെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ: VK സരാസ്വത്, രാമേശ് ചന്ദ്, ഡോക്ടർ VK പോൾ, ഡോക്ടർ അരവിന്ദ് വീർമണി. നീതി ആയോഗിലെ നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ: രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ. താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത്: പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളായിട്ട് നിയമിക്കുന്നത്. മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നീതി ആയോഗിൻ്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാര സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്.
നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നിലവിലെ ഉപാധ്യക്ഷൻ ഡോക്ടർ സുമൻ കെ ബെറി. നീതി ആയോഗിൻ്റെ പ്രഥമ CEO സിന്ധുശ്രീ ഗുള്ളർ. ഈ കഴിഞ്ഞ ദിവസമല്ല, വുമൺ സിവിൽ എക്സസൈസിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സിന്ധുശ്രീ ഗുള്ളറിൻ്റെ ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണ് കേട്ടോ. ഓർക്കുന്നത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ: വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. 2. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക. 3. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. 4. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. 5. സമ്പദ് വ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. 6. സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. 7. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നിവയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. ശൂന്യ ക്യാമ്പയിൻ ആൻഡ് അമൃത്. അതിലൊന്നാമത്തേത് ശൂന്യ ക്യാമ്പയിൻ. നീതി ആയോഗിൻ്റെ നേതൃത്വത്തിലുള്ള സീറോ പൊല്യൂഷൻ മൊബിലിറ്റി ക്യാമ്പയിനാണ് ശൂന്യ ക്യാമ്പയിൻ. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉപഭോക്തൃ ക്യാമ്പയിൻ ആണ് ശൂന്യ ക്യാമ്പയിൻ. അടുത്തത് അമൃത്. കാർബണൈസേഷൻ ദുരിതപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് നീതി ആയോഗ് UK ഗവൺമെൻറ്റുമായി സഹകരിച്ചുള്ള പദ്ധതി. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ഇന്ത്യയിൽ ലഭ്യമാക്കുന്ന വിവിധ തരം ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചും ഉപഭോക്താക്കൾക്ക് അവബോധം നൽകുന്നതിനുള്ള ഒരു ഏകജാലക പോർട്ടലാണ് അമൃത്. ഇത്ര ആണ് നീതി ആയോഗ്. ഞാനിതിൽ നീതി ആയോഗിനെ കുറിച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. നീതി ആയോഗ് പേര് മാറിയൊക്കെ വന്നതാണ്. ആസൂത്രണ കമ്മീഷൻ്റെ പേര് മാറ്റിയൊക്കെയാണ് നീതി ആയോഗ് വന്നത്. അതിനെപ്പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീതി ആയോഗ് ആ ഒരു പോർഷൻ മാത്രമാണ് ഞാനിതിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഹോട്ട് ടോപ്പിക്സ് ഇത് ഒന്നാമത്തെയാണ്. ഞാനൊരു 15 എണ്ണം ഇട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണിത്. ബാക്കി ഞാനിടാം. താങ്ക് യു.